നമസ്കാരം. റിയൽ അനാലിസിസിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് നമ്മുടെ എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിലും കുറച്ച് ഒന്ന് രണ്ട് പ്രോബ്ലംസ് നമ്മുടെ എക്സാമിനേഷന്, അതായത് കഴിഞ്ഞ ക്ലാസ് മുതലുള്ള നോട്ട്സ്, അത് നിങ്ങൾ എക്സാമിനേഷനൊന്ന് റെഫർ ചെയ്യാൻ വേണ്ടി പ്രത്യേകമായി സൂക്ഷിക്കുക. ഈ ക്ലാസ്സിലും നിങ്ങൾ +1 ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള ഒരു കൺസെപ്റ്റ് തന്നെയാണ് മെത്തേഡ് ഓഫ് ഇൻഡക്ഷൻ. മാത്തമാറ്റിക്സ് എന്നുള്ളത് ഒരു സയൻസാണ്. അതുകൊണ്ട് തന്നെ പല കൺസെപ്റ്റുകൾക്കും നമുക്ക് പ്രൂഫ് കൊടുക്കേണ്ടതായ സന്ദർഭം ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി പോലെയുള്ളവർക്ക് ഭൗതികമായ, അതായത് നമുക്ക് റിയൽ സിറ്റുവേഷനിൽ പെർഫോം ചെയ്യാൻ കഴിയുന്ന എക്സ്പെരിമെൻറ്റുകളായിട്ട് ഓരോ കൺസെപ്റ്റുകൾക്കും നമുക്ക് പ്രൂഫ് എഴുതാൻ സാധിക്കും, അല്ലെങ്കിൽ നമുക്ക് കൺമുമ്പിൽ തെളിയിച്ച് കാണിക്കാൻ സാധിക്കും. മാത്തമാറ്റിക്സിൻ്റെ കൺസെപ്റ്റുകളിൽ പലതും അത് അങ്ങനെ ചെയ്ത് നമുക്കൊരു റിസൾട്ടിലേക്ക് എത്താൻ ബുദ്ധിമുട്ടാണ്. അപ്പം അതിനായിട്ട് നമുക്ക് പല ടൂൾസും ഉപയോഗിക്കേണ്ടതായി വരും. ഉപയോഗിക്കാവുന്ന ഒരു ടൂളാണ് മെത്തേഡ് ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. അപ്പോൾ നമ്മുടെ ഈ റിയൽ അനാലിസിസിൻ്റെയും കോംപ്ലക്സ് അനാലിസിസിൻ്റെയും മാത്രമല്ല, ഓൾജിബ്ര, ലീനിയർ ഓൾജിബ്ര, അങ്ങനെ പല പേപ്പറുകളിലും പല കൺസെപ്റ്റുകളുടെയും പല തിയറങ്ങളുടെയും പ്രൂഫ് എഴുതേണ്ടതായ ഒരു സന്ദർഭം ഉണ്ടാവും. അവിടെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ടെക്നിക്കാണ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. അപ്പോൾ എന്താണ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്നുള്ളത് നമുക്ക് ഒന്ന് രണ്ട് പ്രോബ്ലംസിലൂടെ പരിചയപ്പെടാം. ആദ്യം തന്നെ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്, അതിന് പ്രധാനമായും 2 കേസസ് ആണ് വരിക. ഈ ഒരു മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്നുള്ള ടെക്നിക്ക് എപ്പോഴാണ് പ്രൂഫ് എഴുതാൻ നമ്മളെ സഹായിക്കുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിൽ നാച്ചുറൽ നമ്പേഴ്സ് ഇൻക്ലൂഡ് ചെയ്തത്, അങ്ങനെ ആ തരത്തിൽ നമുക്കൊരു സീക്വൻസ് ഓഫ് റിസൾട്ടുകൾ നമുക്ക് എഴുതാൻ സാധിച്ചാൽ, നാച്ചുറൽ നമ്പേഴ്സിനെ ഇൻവോൾവ് ചെയ്യിച്ചുകൊണ്ടുള്ള സീക്വൻസ് ഓഫ് റിസൾട്ടുകൾ നമുക്ക് എഴുതാൻ സാധിച്ചാൽ, അങ്ങനെ എഴുതുന്ന കൺസെപ്റ്റിനുള്ള പ്രൂഫ് നമുക്ക് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വഴി കൊടുക്കാം. അതായത് n-ന് 1 കൊടുത്ത് P(1), P(2), P(3) എന്നുള്ള രീതിയിലുള്ള ഒരു കളക്ഷൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരിക്കും. അപ്പോൾ ആ തരത്തിലൊരു കളക്ഷൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. അതിൻ്റെ വാലിഡിറ്റി ചെക്ക് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ കറക്റ്റ്നെസ് നമുക്ക് ബോധ്യപ്പെടണമെങ്കിൽ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ യൂസ് ചെയ്യാം. അതിനായിട്ട് 2 സ്റ്റെപ്പുകളാണ് നിങ്ങൾ പ്രധാനമായും എഴുതേണ്ടത്. അതിലൊരെണ്ണം എന്ന് പറയുന്നത് ബേസ് കേസാണ്. ബേസ് കേസ് എന്ന് പറയുന്നത്, ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് തന്നിട്ടുള്ളത് തുടക്കം, ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ആരംഭം എവിടെ മുതലാണോ, മെജോറിറ്റി കേസിലും n=1 ആയിരിക്കും. n=1 അല്ലെങ്കിൽ അത് എടുത്തു പറഞ്ഞിട്ടുണ്ടാവും. ആ കേസുകളിൽ ബേസ് കേസായിട്ട്, ഇപ്പോൾ n=1 ആരംഭമാണെങ്കിൽ ബേസ് കേസായിട്ട് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പ്രൂഫ് എഴുതി കാണിക്കണം. അപ്പോൾ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബേസ് കേസാണ്. അപ്പോൾ ഇതിന് 2 കേസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിലൊരെണ്ണം ബേസ് കേസ്, മറ്റേത് ഇൻഡക്ഷൻ സ്റ്റെപ്പ്. ഇൻഡക്ഷൻ കേസ് എന്ന് പറയുന്നത് n=k എന്നുള്ള ഒരു ആർബിട്രറി നാച്ചുറൽ നമ്പറിന് റിസൾട്ട് പ്രൂവാണ്, ശരിയാണ് എന്ന് അസ്യൂം ചെയ്യുക. അതിൽ നിന്നുകൊണ്ട് n=k+1 പ്രൂഫ് എഴുതുക. അപ്പോൾ ഇതാണ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ്റെ 2 സ്റ്റെപ്പ്. ഒരെണ്ണം ബേസ് കേസും മറ്റേത് ഇൻഡക്ഷൻ കേസും. നമുക്ക് ഒരു പ്രോബ്ലം നോക്കാം. ലെറ്റ് x1=1 and for each n element of natural numbers define xn+1 ½ into xn+1. Prove that xn is less than or equal to xn+1 for all n.
അപ്പോൾ ഇവിടെ എല്ലാ ഫോർ ഓൾ എൻ എലമെൻ്റ് ഓഫ് എൻ എന്നാണ്. ഈ എല്ലാ എന്നുകൾക്കും നാച്ചുറൽ നമ്പേഴ്സ് നിങ്ങൾ വാല്യൂ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ കാണുന്ന ഒരു റിലേഷൻഷിപ്പിൽ, അതായത് xn+1 കാണാൻ xnൻ്റെ ഹാഫിനോട് 1 കൂട്ടിയാൽ മതി. ആ ഒരു റിസൾട്ടിൽ എപ്പോഴും xnൻ്റെ വാല്യൂ xnനെ n+1 ചെറുതോ ഈക്വലോ ആയിരിക്കും. അതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ബേസ് കേസ് നോക്കാം. ഇവിടെ റിസൾട്ട് ആരംഭിക്കുന്നത് n=1 ആണെന്നുള്ളത് അണ്ടർസ്റ്റുഡ് ആണ്. കാരണം ഫോർ ഈച്ച് n എലമെൻ്റ് ഓഫ് n എന്ന് തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് ദാറ്റ് n ടേക്ക് വാല്യൂ 1 2 3 etc. up to infinity. So here we can take the base case for the case n=1. അപ്പോൾ ഇവിടെ n=1 കൊടുത്താൽ ഇവിടെ x1+1 that is x2 is equal to 1/2 into x1+1 എന്ന് കിട്ടും. അതിൽ x1ൻ്റെ വാല്യൂ 1 ആണെന്നും കൂടെ അവർ തന്നിട്ടുണ്ട്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ 3/2 ആണ്. 3/2 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ക്ലിയർലി ഗ്രേറ്റർ ദാൻ 1. ദാറ്റ് ഈസ് x1 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു x2. ഹെൻസ് അവർ ബേസ് കേസ് ഈസ് പ്രൂവ്ഡ്. So we can consider the second case. ആദ്യം തന്നെ നമുക്ക് n=kക്ക് റിസൾട്ട് അസ്യൂം ചെയ്യാം. ദാറ്റ് മീൻസ് അസ്യൂം xk ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു xk+1. We have to prove the result for n=k+1. അതായത് നമുക്ക് പ്രൂഫ് എഴുതേണ്ടത് ഇവിടെ xk+1 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു xk+2 എന്ന് നമ്മൾ പ്രൂഫ് എഴുതണം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ അസംഷൻ വഴി xk ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു xk+1 എന്ന് കിട്ടി. അപ്പോൾ രണ്ട് സൈഡും ഹാഫ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ xkയുടെ പകുതിയാവും xk+1ൻ്റെയും പകുതിയാവും. ദെൻ രണ്ട് സൈഡും 1 ആഡ് ചെയ്ത് കൊടുക്കുക. ദാറ്റ് ഈസ് half xk+1 is less than or equal to half xk+1 plus 1, which means ഇത് xk+1 term, ഇത് xk+2 term. Clearly xk+1 is less than or equal to xk+2. Therefore the result is true for n=k+1. Hence by mathematical induction we can say that the result is true for all natural numbers n. അടുത്തൊരു പ്രോബ്ലം നമുക്ക് നോക്കാം. ബെർണോളീസ് ഇനിക്വാളിറ്റി. ഇത് നിങ്ങൾ ഇനി അങ്ങോട്ട് പഠിക്കുന്ന ഒരു പ്രൂഫാണ്, ഞാൻ ഇവിടെ ഒന്ന് ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ബെർണോളീസ് ഇനിക്വാളിറ്റി എന്നുള്ളത് എക്സാമിന് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ ആദ്യം എന്തുവാണ് ബെർണോളീസ് ഇനിക്വാളിറ്റി എന്ന് അത് മനസ്സിലാക്കുക. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് എന്നാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഉൾപ്പെടെ നമുക്കറിയണം. ബെർണോളീസ് ബൈനോമിയൽ എക്സ്പാൻഷൻ നമുക്ക് എല്ലാവർക്കും എഴുതാൻ അറിയാം. 1+x⁴n എക്സ്പാൻഷൻ 1+nc1 × x nc2 × x² അങ്ങനെ ഏറ്റവും അവസാനം x⁻n എന്ന് വരുന്ന n+1 ടേം. അതിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത ഒരു ഇനിക്വാളിറ്റിയാണ് ബെർണോളീസ് ഇനിക്വാളിറ്റി. ദാറ്റ് ഈസ് ഫോർ ഇഫ് x >−1, ഇതിലെ എക്സിൻ്റെ വാല്യൂ -1 വലുതാകുന്നെങ്കിൽ മാത്രം 1+x⁴n ഈസ് > 1+nx ഫോർ ഓൾ നാച്ചുറൽ നമ്പേഴ്സ് n. അപ്പോൾ ഇവിടെ നമുക്ക് റിസൾട്ട് നോക്കാം. ആദ്യം തന്നെ ബേസ് കേസ് പ്രൂഫ് എഴുതാം. ബേസ് കേസ് ഇവിടെ ഇവിടെ എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനും എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ബേസ് കേസ് n=1 അപ്പോൾ n=1 കൊടുക്കുക. അപ്പോൾ 1+x⁴1 ഈസ് ഈക്വൽ ടു, ദാറ്റ് മീൻസ് 1+x. അതിനെ 1+x-നെ നമുക്ക് 1+1 × x എന്ന് എഴുതാം. അപ്പോൾ നമ്മുടെ ഇനിക്വാളിറ്റി 1+x⁴1 ഈസ് > എന്ന് വേണമെങ്കിൽ എഴുതാം. > എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ വലുതായിരിക്കണം അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ഇവിടുത്തെ കേസിൽ നമുക്ക് ഈക്വൽ ആണ് എന്ന് കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ 1 പ്ലസ് എക്സ് ദ ഹോൾ റൈസ് ടു 1 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 പ്ലസ് 1 എക്സ് എന്ന് എഴുതാം. സോ we proved the base case. Now assume the kth result, that is 1 plus x the whole raised to k is greater than or equal to 1 plus kx for if x greater than or equal to minus 1. We have to prove p of k plus 1. So that we can consider 1 plus x the whole raised to k plus 1. It can be written as 1 plus x the whole raised to k into 1 plus x the whole raised to 1. അതിൽ 1 പ്ലസ് എക്സ് ദ ഹോൾ റൈസ് ടു കെക്ക് പകരം ഇവിടെ വിച്ച് ഈസ്, അപ്പോൾ ഇതുവരെ നമ്മൾ ഇനിക്വാളിറ്റി എഴുതിയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇനി വരുമ്പോൾ അത് ഇനിക്വാളിറ്റി ആയിട്ട് മാറും. അപ്പോൾ ഇതുവരെ ഇക്വാളിറ്റി ആയിരുന്നു, ഇനി ഇനിക്വാളിറ്റി ആവും. കാരണം 1 പ്ലസ് എക്സ് ദ ഹോൾ റൈസ് ടു കെയുടെ വാല്യൂ 1 പ്ലസ് കെ എക്സിനേക്കാൾ വലുതാണ്. അപ്പോൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് 1 പ്ലസ് എക്സ് ദ ഹോൾ റൈസ് ടു കെ പ്ലസ് 1 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 plus kx into 1 plus x for x greater than or equal to minus 1. അപ്പോൾ ഇവിടെ നമ്മൾ ഈ അതായത് RHS ഓഫ് പി ഓഫ് കെക്ക് ഈക്വൽ ആണ് 1 പ്ലസ് കെ എക്സ് എന്ന് പറയുന്നത്. അതേസമയം പി ഓഫ് കെക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ്. അപ്പോൾ നിങ്ങളിവിടെ പി ഓഫ് കെ പ്ലസ് 1 ഇവിടെ എഴുതുകയാണെങ്കിൽ ഇവിടെ ഈക്വാളിറ്റി ഇടരുത്, ഇനിക്വാളിറ്റി ആയ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇടാവൂ. then ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ 1 പ്ലസ് കെ പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് കെ എക്സ് സ്ക്വയർ. അതിൽ തന്നെ കെ 0ത്തേക്കാൾ വലുതാണ്, കാരണം നാച്ചുറൽ നമ്പേഴ്സ് ആണല്ലോ നമ്മൾ കൺസിഡർ ചെയ്യുക. kth സ്റ്റേജ് എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പറിലെ ഏതോ ഒരു സ്റ്റേജിൽ നിന്നിട്ടാണ് നമ്മൾ എഴുതുക. എക്സിൻ്റെ വാല്യൂ -1 വലുതാണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്ക്വയർ എടുത്താൽ അത് 0ത്തിനേക്കാളും വലുതാവും. അങ്ങനെയാണെങ്കിൽ അവരുടെ പ്രോഡക്റ്റോ, രണ്ട് പോസിറ്റീവ് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഒപ്പം ഏതെങ്കിലും ഇത് 0 ആവുകയാണെങ്കിൽ 0 ആവുകയും ചെയ്യും. അപ്പോൾ ഇനിക്വാളിറ്റി ഒക്കർ ചെയ്യും, വിച്ച് ഈസ് കെ എക്സ് സ്ക്വയർ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ അതിവിടെ നമ്മൾ ഇതിന് പകരം കെ എക്സ് സ്ക്വയറിന് പകരം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് കൊടുത്താൽ ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഈ സ്റ്റെപ്പിന് പകരം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 പ്ലസ് കെ പ്ലസ് 1 ഇൻറ്റു എക്സ്. അതുകൊണ്ട് തന്നെ പി ഓഫ് കെ പ്ലസ് 1 ആയ 1 പ്ലസ് എക്സ് ദ ഹോൾ റൈസ് ടു കെ പ്ലസ് 1ന് പകരം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 പ്ലസ് കെ പ്ലസ് 1 ഇൻറ്റു എക്സ് എന്ന് എഴുതാം ഫോർ ഓൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -1. സോ ദ റിസൾട്ട് ഈസ് ട്രൂ ഫോർ കെ പ്ലസ് 1. ഹെൻസ് ബൈ മാത്തമെറ്റിക്കൽ ഇൻഡക്ഷൻ the result is true for all n. ഇത് ബെർണോളീസ് തിയറം, ബെർണോളീസ് ഇനിക്വാളിറ്റി സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് എന്ന് എപ്പോഴും നമ്മളെടുത്ത് എക്സാമിന് ചോദിക്കാറുണ്ട്. അടുത്തൊരു ചോദ്യം നമുക്ക് നോക്കാം. കൺസിഡർ ദ സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ഡിഫൈൻഡ് ബൈ ദ റിലേഷൻ x1 equal to 1 and xn plus 1 equal to root of 1 plus 2xn for n greater than or equal to 1. ഇവിടെയും ബേസ് കേസ് n equal to 1ലാണ് തുടങ്ങേണ്ടത്. Show that xn is less than or equal to 4 for all n greater than or equal to 1. അപ്പോൾ ഈ തരത്തിൽ ഡിഫൈൻ ചെയ്യുന്ന ഒരു കൂട്ടം നമ്പറുകൾ, ഇവിടെ x1ൻ്റെ വാല്യൂ 1 ആണ്, x2 ആവുമ്പോൾ root of 1 plus 2 into x1, that is 1 plus 2 into 1, that is 3 root 3. അപ്പോൾ 1 root 3, then x2ൻ്റെ root 3 എന്നുള്ള വാല്യൂ ഇതിനേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ root of 1 plus 2 into root 3, that is x3. അങ്ങനെ ചെയ്ത് പോയാൽ നമുക്കൊരു കളക്ഷൻ ഓഫ് നമ്പേഴ്സ്, റിയൽ നമ്പേഴ്സ് കിട്ടും. ആ റിയൽ നമ്പേഴ്സിൻ്റെ എല്ലാ ടേംസും 4നേക്കാൾ കുറവാണ് എന്നാണ് പ്രൂഫ് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെയുള്ള സ്റ്റേറ്റ്മെൻറ്റിലും നമുക്ക് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഒരു സ്വാധീനം ഉള്ളത് കൊണ്ട് തന്നെ ഇൻഡക്ഷൻ യൂസ് ചെയ്യാം. അപ്പോൾ ആദ്യം ബേസ് കേസ്, ഇവിടെ x1 എന്ന് പറയുന്നത് 1 ആണ്. നമുക്ക് പ്രൂഫ് എഴുതേണ്ടത് ഒന്നാമത്തെ ടേം 4നേക്കാൾ കുറവാവണം എന്നുള്ളതാണ്. അപ്പോൾ അത് ക്ലിയർലി 1 ഈസ് ലെസ് ദാൻ 4, ഹെൻസ് x1 is less than 4, so p of 1 is true. Then അടുത്ത സ്റ്റെപ്പ്, assume p of k, that is xk is less than 4 for all k greater than or equal to
fix k for any integer k greater than or equal to 1 for a fixed k. അങ്ങനെ പ്രത്യേകം എഴുതണേ. For a fixed k greater than or equal to 1, assume xk is less than 4. നമുക്കിനി പ്രൂഫ് എഴുതേണ്ടത് xk പ്ലസ് 1ൻ്റെ വാല്യൂ 4നേക്കാൾ കുറവെന്നാണ് വേണ്ടത്. അപ്പോൾ നമുക്കിവിടെ xk പ്ലസ് 1 എഴുതി നോക്കാം. ഇവിടെ xk പ്ലസ് 1 ഈക്വൽ ടു റൂട്ട് ഓഫ് 1 പ്ലസ് 2 xk. അതിൽ xk 4നേക്കാൾ കുറവാണ്. അത് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ റൂട്ട് 9 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 3 ഈസ് ലെസ് ദാൻ 4. ക്ലിയർ ആണത്. സോ xk പ്ലസ് 1 ഈസ് ലെസ് ദാൻ 4. So that p of k plus 1 is true. Hence, by mathematical induction, the result is true. ഒരു ചോദ്യം കൂടെ നോക്കാം. ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ബേസ് കേസ് n ഈക്വൽ ടു 7 ആയി മാറും. ഷോ ദാറ്റ് n ഫാക്ടോറിയൽ ഈസ് ഗ്രേറ്റർ ദാൻ 3 റൈസ് ടു n ഫോർ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 7. അപ്പോൾ ഇവിടുത്തെ n ഈക്വൽ ടു 1-നൊന്നും ഈ റിസൾട്ട് ശരിയല്ല. റിസൾട്ട് ട്രൂ ആയി തുടങ്ങുന്നത് n ഈക്വൽ ടു 7-ലാണ്. അതുകൊണ്ട് ബേസ് കേസ് എന്ന് പറയുന്നത് വി ഹാവ് ടു പ്രൂവ് ദ റിസൾട്ട് ഫോർ n ഈക്വൽ ടു 7. അപ്പോൾ ഇവിടെ 7 ഫാക്ടോറിയൽ കണ്ടുപിടിക്കുക. ഇവിടെ 3 റൈസ് ടു 7 കണ്ടുപിടിക്കുക. രണ്ടും തമ്മിൽ കമ്പയർ ചെയ്താൽ 7 ഫാക്ടോറിയൽ ഈസ് ഗ്രേറ്റർ ദാൻ 3 റൈസ് ടു 7. ദെൻ നെക്സ്റ്റ് അസ്യൂം ദ റിസൾട്ട് ഈസ് ട്രൂ ഫോർ n equal to k, that is k factorial is greater than 3 raised to k. Now k plus 1 factorial consider ചെയ്യുക. അതിന് k plus 1 into k factorial എന്ന് എഴുതാം. k factorialന് പകരം greater than 3 raised to k എന്ന് കൊടുക്കാം. നമുക്കറിയാം kയുടെ n-ൻ്റെ വാല്യൂ 7നേക്കാൾ വലുതാണ്. അപ്പോൾ നമ്മൾ എടുത്ത kയുടെ വാല്യൂവും 7നേക്കാൾ വലുതായേ പറ്റൂ. അപ്പോൾ kയുടെ വാല്യൂ 7 കൊടുക്കുന്നു. സോ 8 ഇൻറ്റു 3 റൈസ് ടു k. അപ്പോൾ 8ൻ്റെ സ്ഥാനത്ത് നമ്മൾ 3 എഴുതിയാൽ 8 വലുതും 3 ചെറുതും ആവും. സോ നമുക്ക് ഗ്രേറ്റർ ദാൻ എന്നുള്ള ഇനിക്വാളിറ്റി ഇവിടെ കൊടുക്കാം. അപ്പോൾ ഇവിടെ 3 റൈസ് ടു k പ്ലസ് 1 എന്ന് കിട്ടുകയും p ഓഫ് k പ്ലസ് 1 ട്രൂ ആവുകയും ചെയ്യും. ഹെൻസ് ബൈ മാത്തമെറ്റിക്കൽ ഇൻഡക്ഷൻ വി ക്യാൻ പ്രൂവ് ദ റിസൾട്ട്. അപ്പോൾ ഇതാണ് ഇൻഡക്ഷൻ്റെ പ്രോബ്ലംസ്. ഇനിയും നമ്മുടെ അങ്ങോട്ടുള്ള റിസൾട്ടുകളുടെ പ്രൂഫ് എഴുതുന്ന വേളകളിൽ ഇതുപോലെ നാച്ചുറൽ നമ്പേഴ്സുമായിട്ടൊരു കണക്ഷനുള്ള ഒരു സീക്വൻസ് ഓഫ് ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് തന്നാൽ അതിൻ്റെ പ്രൂഫ് എഴുതാൻ നമുക്ക് ഇൻഡക്ഷൻ യൂസ് ചെയ്യാം. അങ്ങോട്ട് ഇനിയും കാണും. അപ്പോൾ ഇപ്പോൾ ബേസിക്കായിട്ട് എന്തൊക്കെയാണ് സ്റ്റെപ്പുകൾ, അതിനുള്ള ഒരു അപ്രോച്ച് എന്താണെന്ന് ഒന്നുകൂടെ ഒന്ന് ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഈ സെക്ഷൻ വഴി ചെയ്തത്. ഓക്കെ, താങ്ക് യു.